ഖേദിച്ചവരാണ്, പ്രയാസപ്പെട്ടവരാണ്. എന്നാൽ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും അത് മരണത്തെ രുചിച്ചു നോക്കുക തന്നെ ചെയ്യുന്നതാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാണ്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചു നോക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്ത് അല്ലാഹു തആല പടച്ചിരിക്കുന്ന മുഴുവൻ ചരാചരങ്ങളുണ്ടല്ലോ, അല്ലാഹു തആല ജീവൻ കൊടുത്തിട്ടുള്ള ഏതൊക്കെ വസ്തുക്കളുണ്ടോ അത് മുഴുവൻ അല്ലാഹുവോടുന്ന് റൂഹ് പിടിക്കുകയാണ്. എല്ലാവരും നശിച്ചു പോവുകയാണ്, എല്ലാവരും ഖബറിലേക്ക് പോകേണ്ടവരാണ്, എല്ലാവരും മരിക്കുമെന്ന്, എല്ലാവരും മരണത്തെ രുചിച്ചു നോക്കുമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അല്ലാഹുവേ, സക്കറാത്തിന്റെ മൗത്ത് എന്ന് പറയുന്നത് വല്ലാത്ത പ്രയാസകരമായ ഒരു സംഭവം തന്നെയാണ്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അവസാന സമയത്ത് വഫാത്തിന്റെ സമയത്തുണ്ടല്ലോ, അസ്രായിൽ അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. അസ്രായിൽ വന്നുകൊണ്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയെ, അവിടുന്ന് റൂഹ് പിടിക്കട്ടെയോ നബിയെ? അല്ലാഹുവിന്റെ പ്രവാചകരോട് അവിടുന്ന് അനുവാദം ചോദിക്കുകയാണ്. ഇന്നേ വരെ ഒരു മനുഷ്യനോടും അവിടുന്ന് അനുവാദം ചോദിച്ചിട്ടില്ല. അസ്രായിൽ വന്നുകൊണ്ട് റൂഹ് പിടിച്ചങ്ങ് പോവുകയാണ്. എന്നാൽ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചത്, യാ റസൂലല്ലാഹ്, അവിടുന്ന് റൂഹ് പിടിക്കട്ടെയോ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അനുവാദം കൊടുക്കുകയാണ്. അവിടുന്ന് റൂഹ് പിടിക്കുകയാണ്. അസ്രായിലിന്റെ കൂട്ടാളികളും കടന്നു വന്നുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൂഹ് അവിടുന്ന് പിടിക്കുമ്പോൾ അസ്രായിലിനോട് പറയുന്ന, അസ്രായിലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്രായിലേ, ഒന്ന് പതുക്കെ പിടിക്കുമോ അസ്രായിലേ? അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുമ്പോ അസ്രായിൽ പറയുന്നു, യാ റസൂലല്ലാഹ്, ലോകത്ത് ഒരുപാട് ആൾക്കാരുടെ റൂഹ് ഞാൻ പിടിച്ചതാണ്, ചെറിയ മക്കളുടെ റൂഹ് ഞാൻ പിടിച്ചിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട നബിയേ, എല്ലാവരെക്കാളും അങ്ങയുടെ റൂഹിനെയാണ് ഞാൻ മാർദ്ദവമായി പിടിക്കുന്നത്. അങ്ങയുടെ റൂഹിനെയാണ് ഞാൻ മാർദ്ദവമായി, അതാ വെണ്ണയിലിട്ടുകൊണ്ട് നൂലിനെ വലിക്കുന്നത് പോലെയാണ് യാ റസൂലല്ലാഹ്, അങ്ങയുടെ റൂഹിനെ ഞാൻ പിടിക്കുന്നത് നബിയേ എന്ന് അസ്രായിൽ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ആയിഷ, ഇന്നൽ മൗത സക്കറാത്ത്, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ, മരണത്തിന് വല്ലാത്ത വേദനയാണ് ആയിഷ. അതുകൊണ്ട് മരണത്തിന്റെ അവസാന സമയം നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ അവസാന സമയമുണ്ടല്ലോ, അവിടെ മലക്കുകൾ മാത്രമല്ല വരുന്നത്, അവിടെ മലക്കുകൾ മാത്രമല്ല വരുന്നത്, അവിടെ നിന്റെ മുന്നിലേക്ക് നിന്നെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരുന്നത് ലഅനത്താക്കപ്പെട്ട ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരികയാണ്, നിന്നെ വഴിപിഴപ്പിക്കാൻ വേണ്ടി കടന്നു വരികയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണസമയമുണ്ടല്ലോ, അതാ ഒരു കൂട്ടുകാരൻ വന്നുകൊണ്ട് മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹുവിനെ കലിമത്ത് ചൊല്ലി കൊടുക്കുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുക്കുമ്പോൾ മഹാനവർകൾ അവിടുന്ന് മുഖം തിരിക്കുകയാണ്, വീണ്ടും മുഖം തിരിക്കുകയാണ്, വീണ്ടും അവിടുന്ന് ദിക്ർ ചൊല്ലി കൊടുക്കുമ്പോൾ, അല്ലാഹുവേ, അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറഞ്ഞതെന്താണെന്നറിയുമോ? ഞാൻ അങ്ങനെ പറയില്ലടാ, ഞാൻ അങ്ങനെ പറയില്ലടാ. അല്ലാഹുവേ, തന്നെ തടുത്തിരിക്കുന്ന മുഴുവൻ ശിഷ്യന്മാരും വല്ലാതെ ഭയപ്പെട്ടു പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബക്കാരും കൂട്ടുകാരും എല്ലാം അല്ലാതെ കരയുകയാണ്. എത്ര വലിയ മഹാനാണ് അല്ലാഹുവേ, സൂഫി വര്യനായിരുന്നല്ലോ മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു. അവിടുന്ന് ദിക്ർ ചൊല്ലി കൊടുത്തിട്ട് അവിടുന്ന് പറയുന്നില്ല, എന്റെ പ്രിയപ്പെട്ടവരെ,
ഞാൻ പറയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് ദിക്ർ ചൊല്ലി കൊടുക്കുമ്പോ മുഖം തിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, കുറെ സമയങ്ങൾ കഴിഞ്ഞുകൊണ്ട് അവിടുന്ന് കണ്ണ് തുറക്കുകയാണ്. കണ്ണ് തുറന്നുകൊണ്ട് ചോദിക്കുകയാണ്, ഹൽ ഖുൽതും ശൈആ, നീ എന്തെങ്കിലും എന്റെ അടുക്കൽ പറഞ്ഞിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ അടുത്തിരുന്നു കൊണ്ട് കലിമത്ത് തൗഹീദ് ചൊല്ലിക്കൊടുത്ത കൂട്ടുകാർ അവിടുന്ന് മഹാനായ അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാണ്, അബൂ സക്കരിയ, ഞങ്ങൾ വല്ലാതെ ഭയപ്പെട്ടിരിക്കുകയായിരുന്നു, ഞങ്ങൾ വല്ലാതെ പേടിച്ചു പോയി അബൂ സക്കരിയ. നിങ്ങൾക്ക് ഞങ്ങൾ തൗഹീദ് ചൊല്ലി തന്നപ്പോ, അവിടുന്ന് കലിമത്ത് തൗഹീദ് ചൊല്ലി തന്നപ്പോ മുഖം തിരിച്ചു കളഞ്ഞത് എന്തിനാണ് അബൂ സക്കരിയ? എന്തിനാ നിങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞത്? എന്തേ നിങ്ങൾ പറയാത്തത് എന്ന് മഹാനവറുകളോട് അവിടുന്ന് ചോദിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന അബൂ സക്കരിയ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, എന്റെ മുന്നിലേക്ക് അതാ ഇബ്ലീസ് കടന്നു വന്നു, എന്റെ മുന്നിലേക്ക് ഇബ്ലീസ് കടന്നു വന്നു. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു തരുമ്പോ അതേ എന്നങ്ങാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഇബ്ലീസ് അവിടെ നിന്ന് ആ സമയത്ത് പറഞ്ഞു തരുന്നത്, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോ അതിനോട് ചേർത്തുകൊണ്ട് എന്നോട് പറയുകയാണ്, അവൻ എന്നോട് ചോദിക്കുകയാണ്, ഒരു കോപ്പയിൽ വെള്ളം കൊണ്ടുവന്നിട്ട് കുടിക്കടാ അബൂ സക്കരിയ, ഇത് നല്ല പാനീയമാണടാ, കുടിക്ക്, ഇത് കുടിച്ചാലേ നീ സ്വർഗത്തിൽ പോവുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുന്നിലേക്ക് ഒരു കോപ്പ വെള്ളം കൊണ്ടുവന്നിട്ട് കുടിക്കാൻ വേണ്ടി എന്നെ ശ്രമിപ്പിക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, വേണ്ട ഇല്ല എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ്. എന്നിട്ട് എന്റെ വലതു ഭാഗത്ത് വന്നുകൊണ്ട് പറയുകയാണ്, എന്നാ നീ വെള്ളം കുടിക്കണ്ട. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ മകനാണെന്ന് ഒന്ന് പറയുമോ അബൂ സക്കരിയ? അല്ലാഹുവിന്റെ മകനാണ് ഈസ എന്നൊന്ന് പറഞ്ഞാൽ മാത്രം മതി, എന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കില്ല, ഞാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് ഞാൻ പറഞ്ഞത്, ഞാൻ പറയില്ല. എന്റെ വലത് ഭാഗത്ത് വന്നു, ഇടത് ഭാഗത്ത് വന്നു, കാലിന്റെ ഭാഗത്ത് വന്നു, എല്ലാ രൂപത്തിലും എന്റെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ആ ഇബ്ലീസ് വന്നുകൊണ്ട് ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഇല്ല എന്ന് പറഞ്ഞപ്പോ അവന്റെ കയ്യിലിരിക്കുന്ന കോപ്പ എടുത്തുകൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് അവൻ നടന്നു പോവുകയാണ്. ആ സമയത്താണ് ഞാൻ കണ്ണു തുറന്നത്. അങ്ങനെ രണ്ടാമത് ദിക്ർ ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവിടുന്ന് ദിക്ർ ചൊല്ലിയിട്ട് അവിടുന്ന് അല്ലാഹുവേ മുസ്ലിമായി മരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിന്റെ രംഗമെന്ന് പറയുന്നത് ഇതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇബാദത്ത് ചെയ്യുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് പിടിക്കുന്നുണ്ട്, സദഖ കൊടുക്കുന്നുണ്ട്, ഹജ്ജ് ചെയ്യുന്നുണ്ട്, ഉംറ ചെയ്യുന്നുണ്ട്, സദഖകൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇബ്ലീസ് നമ്മളെ നോട്ടമിട്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ഏത് സമയത്തേക്കെന്നറിയുമോ? റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ വരുന്ന ഒരു രംഗമുണ്ടല്ലോ. അസ്രായീൽ വന്നുകൊണ്ട് റൂഹ് പിടിക്കുമ്പോ നമ്മുടെ കൈയും കാലും നാവുമെല്ലാം തളർന്നിരിക്കുന്ന സമയമാ, ആരോഗ്യമില്ലാത്ത സമയമാണ്, പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത സമയമാ, ഒന്നിനും കൊള്ളാത്ത സമയമാണ്. ആ സമയത്താണ് ഇബ്ലീസ് വന്നുകൊണ്ട് നമ്മളെ ശല്യപ്പെടുത്തുന്നത്, വഴിവിഴപ്പിക്കാൻ വേണ്ടി നോക്കുന്നത്. ഈ വെള്ളം നീ കുടിക്കടാ എന്ന് പറയുമ്പോ വല്ലാത്ത ദാഹത്തോട് കിടക്കുന്ന നമ്മൾ ആർത്തിയോടെ മേടിച്ചങ്ങാണം കുടിച്ചു പോയാൽ വല്ലാത്തൊരു പിഴക്കില അവിടുന്ന് പിടിച്ചു പോയത്. നിന്റെ എല്ലാം അവിടുന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത്ര കാലം നീ ജീവിച്ചത് മുഴുവനും വെറുതെയായി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് മഹാന്മാര് മുഴുവനും ഭയപ്പെട്ടിരുന്നത് അവസാന നിമിഷമാണ്. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, അവസാന നിമിഷമാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇവിടുന്ന് പറയുകയാണ്, അതുകൊണ്ട് അവസാന നിമിഷം നിനക്ക് രക്ഷപ്പെടണോ? നീ ദായിമായി ചൊല്ലട്. അല്ലാഹുവിനോടുള്ള ദിക്ർ ദായിമായി നീ ചൊല്ലിക്കഴിഞ്ഞാൽ
എന്റെ പ്രിയപ്പെട്ടവരെ, നിനക്ക് അവസാന സമയത്ത് ദിക്ർ ചൊല്ലാൻ കഴിയുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് നിനക്ക് മരിക്കാൻ ഭാഗ്യം കിട്ടുന്നതാണ്. അല്ലാതെ കണ്ട് സിനിമാ പാട്ടുകളും എന്റെ പ്രിയപ്പെട്ടവര് ഏതെല്ലാം തരത്തിലെ സംഗീതങ്ങളും പാട്ടുകളുമായി നമ്മൾ പാടിക്കൊണ്ട് നടക്കുന്നത്, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് നിത്യമായി പാടുന്ന പെണ്ണ്, അത് അവസാന സമയത്ത് ആ പാട്ട് പാടിയിട്ടായിരിക്കും നീ മരണപ്പെടുക. ആ പാട്ട് പാടിയിട്ടായിരിക്കും നീ മരണപ്പെടുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നിനക്ക് സാധിക്കില്ല പെങ്ങള്. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാൻ നിനക്ക് സാധിക്കില്ല പെങ്ങള്. എല്ലാം വേണം എന്റെ പ്രിയപ്പെട്ടവര്. അവിടുന്ന് ദിക്ർ ചൊല്ലാൻ നമ്മൾ മനസ്സ് കാണിക്കൂ. അവിടുന്ന് ദിക്ർ ചൊല്ലാൻ നമ്മൾ മനസ്സ് കാണിക്കൂ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് പാരായണം ചെയ്യൂ. ചെറിയ സൂറത്തുകൾ ഓതാൻ സാധിക്കുമല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര്, സഹോദരിമാര്, പ്രിയപ്പെട്ട ആങ്ങളമാര്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്കും നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ഓതേണ്ട ഒരു സൂറത്ത് ഞാൻ പറഞ്ഞു തരാം. ആ സൂറത്ത് നിങ്ങൾ ദിവസം നിങ്ങൾ ഓതിക്കോ. ഒരു 100 പ്രാവശ്യം ഓതാൻ കഴിയുമോ ആക്കിബത്ത് നന്നാകുമടാ ചെറുപ്പക്കാരാ. ഒരു ചെറിയ സൂറത്താണ്, ഒരു ചെറിയ സൂറത്താണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ആ സൂറത്ത് ഓതിയാ ഹൃദയത്തിന് വല്ലാത്ത പ്രകാശം അവിടുന്ന് കയറുകയാണ്. നമ്മുടെ നാവ് ദിക്ർ കൊണ്ട് അല്ലാഹു നനയ്ക്കുന്നതാണ്. അവസാന സമയത്ത് റൂഹ് പിടിക്കാൻ വേണ്ടി അസ്രായീൽ വരുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരും പറഞ്ഞു തരാതെ കണ്ട് ചൊല്ലാൻ കഴിയുമടി പൊന്നുമോള്. അങ്ങനൊരു സൂറത്തുണ്ട് മോളെ, അങ്ങനൊരു സൂറത്തുണ്ട് മോളെ. എല്ലാവർക്കും അറിയാവുന്ന ഒരു സൂറത്താണ്. ആ സൂറത്ത് നമ്മൾ പതിവായി ചൊല്ലിയാൽ ഒരുപാട് സൗഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഏത് സൂറത്തെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد. ഈ സൂറത്ത് നീ പതിവാക്കിക്കോ. ഈ സൂറത്ത് നീ ദിക്ർ ചൊല്ലുന്നത് പോലെ ചൊല്ലിക്കോ. ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ കടന്നു വരികയാണ്, ഒരുപാട് സൗഭാഗ്യങ്ങൾ കടന്നു വരികയാണ്, ഒരുപാട് അനുഗ്രഹങ്ങൾ എന്റെ പ്രിയപ്പെട്ടവര് നമ്മൾ പോലും അറിയാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. നമ്മളെ ഒരുപാട് സൗഭാഗ്യങ്ങൾ തേടിയെത്തുമെന്ന് മഹാന്മാരവിടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ആദരവായ ഹബീബനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പറയുകയാ, നിന്റെ ഹൃദയത്തിന് ഇഖ്ലാസ് അവിടുന്ന് ഉണ്ടാവുകയാണ്. ഇഖ്ലാസ് അവിടുന്ന് ഉണ്ടാവുകയാണ്. നല്ല ഇഖ്ലാസ് നിന്റെ ഇബാദത്തില്, നിന്റെ പ്രവർത്തനങ്ങള് മുഴുവനും ഇഖ്ലാസ് ഉണ്ടാവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അന്ത്യം നിനക്ക് നന്നാകുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.